ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി വ്യോമസേന. ചുമതലകൾ കൃത്യതയോടെ തുടരുകയാണ്. ദൗത്യം നടത്തിയത് വിവേകപൂർണ്ണമായി. വിശദ വിവരങ്ങൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിക്കുമെന്നും വ്യോമസേന വ്യക്തമാക്കി. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, ഓപ്പറേഷൻ ഇസ് സ്റ്റിൽ ഓൺ എന്നാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഭാരതീയ വായുസേന വ്യക്തമാക്കിയിരിക്കുന്നത്. താമസിയാതെ വാർത്താ സമ്മേളനം നടത്തും എന്നും അറിയിച്ചിട്ടുണ്ട്. നന്ദഗോപൻ, ഇന്നത്തെ സ്ഥിതിവിശേഷങ്ങൾ എന്താണ്? കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് കനത്ത ഷെല്ലിംഗ് ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു, ഡ്രോൺ പായിച്ചിരുന്നു. ഇന്ന് പൊതുവെ ശാന്തമാണ് എന്ന് തോന്നുന്നു. ഇന്ന് വീണ്ടും ആക്രമണത്തിന് തുനിയാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ട്? എന്താണ് വിശദാംശങ്ങൾ നന്ദഗോപൻ? അനിൽ നമ്പ്യാർ, ഇന്നലെ വൈകുന്നേരം 5 മണി മുതൽ ഔദ്യോഗികമായി ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് രാത്രി 5 മണിക്കൂറോളം നേരം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിർത്തികളിലേക്ക്, ഈ BSFന്റെ അതിർത്തികളിലേക്ക് നിരന്തരം പാകിസ്ഥാൻ റേഞ്ചേഴ്സ് വെടിയുതിർത്തു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മാത്രമല്ല, അതിർത്തി മേഖലയിൽ, കശ്മീരിൻ്റെ അതിർത്തി മേഖലയിൽ ചിലയിടങ്ങളിൽ ഇന്റർനാഷണൽ ബോർഡറിൽ ഡ്രോണുകളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. എന്നാൽ 5 മണിക്കൂറിന് ശേഷം പിന്നീട് സ്ഥിതിഗതികൾ ശാന്തമായിരുന്നു. ഇന്നിപ്പോൾ പുലർച്ചെ ഈ നിമിഷം വരെ സ്ഥിതിഗതികൾ ശാന്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ജനജീവിതം ഏതാണ്ട് സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. രജൌരി, അനന്തനാഗ്, സോപ്പിയാൻ അടക്കമുള്ള മേഖലകളിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ വലിയ രീതിയിലുള്ള സീസ് ഫയറിംഗ് ഉണ്ടായിരുന്നു. ഷെല്ലാക്രമണത്തിൽ രജൌരി മേഖലയിലും പൂഞ്ചിലും അതേപോലെ തന്നെ ജമ്മുവിലും അടക്കം വീടുകൾക്കും അതേപോലെ തന്നെ ജനങ്ങൾക്കും വലിയ രീതിയിലുള്ള പരിക്കുകളേക്കുന്ന സാഹചര്യമുണ്ടായി. ഏതാണ്ട് 25 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു, നിരവധി വീടുകൾ പൂർണ്ണമായും തകർന്നു. വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുക മാത്രമല്ല, ചില വീടുകൾ അഗ്നിക്കിരയാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇങ്ങനെ സിവിലിയൻസിന് വലിയ രീതിയിലുള്ള മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ രാത്രിയിൽ സ്ഥിതിഗതികൾ ഈ ഒരു 5 മണിക്കൂർ നേരത്തേക്ക് ചിലയിടങ്ങളിൽ ഇത്തരം ലംഘനങ്ങൾ ഉണ്ടായി, സീസ് ഫയറിംഗ് ലംഘനങ്ങൾ ഉണ്ടായെങ്കിൽ കൂടിയും പിന്നീടുള്ള അവസ്ഥ ശാന്തമായിരുന്നു. എവിടെയും മറ്റ് ഡ്രോണുകളുടെ സാന്നിധ്യമൊന്നും കണ്ടില്ല എന്നുള്ളതാണ്. അമൃത്സറിൽ രാവിലെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. സൈറൻ മുഴങ്ങി, ജനങ്ങൾ കൃത്യമായി അതിനുള്ള പ്രതിരോധം തീർത്തിരുന്നു. പിന്നീട് ഏതാണ്ട് 20 മിനിറ്റിന് നേരത്തിന് ശേഷം പിന്നീട് അവിടെ വീണ്ടും സൈറൻ മുഴങ്ങി, അപായം ഇല്ല എന്നുള്ള സൂചനകൾ നൽകി. പിന്നീട് പത്താൻകോട്ടിലും അമൃത്സറിലും അടക്കം സാധാരണഗതിയിൽ തന്നെയാണ് ഇപ്പോൾ ജനജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ കടകൾ, കമ്പോളങ്ങളൊക്കെ തന്നെ തുറന്ന് പ്രവർത്തിച്ചു. ജനങ്ങൾ ജോലിക്ക് പുറത്തുപോയി തുടങ്ങി. ഇങ്ങനെ സാധാരണഗതിയിലേക്കാണ് ഇപ്പോൾ ജമ്മു കാശ്മീരും അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ വലിയ ഭീകരാന്തരീക്ഷം നിലനിന്നിരുന്ന പഞ്ചാബും രാജസ്ഥാനും അടക്കമുള്ള മേഖലകൾ, ഒപ്പം തന്നെ ഹരിയാനയുടെ ചണ്ഡീഗഡ് അടക്കമുള്ള മേഖലകളിൽ ഇപ്പോൾ സാധാരണഗതിയിലേക്ക് എത്തിയ അവസ്ഥയാണ്. അതേസമയം തന്നെ ഒന്നും പ്രവചിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ 2024 തന്നെ ഏതാണ്ട് 88 തവണയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് BSF പോസ്റ്റുകൾക്ക് നേരെ നിറയൊഴിച്ചത്. ഈ വർഷം ഇതുവരെ ഏതാണ്ട് 137 ഇൻസിഡൻസുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ഈ വെടിനിർത്തൽ എന്നുള്ള പ്രഖ്യാപനത്തിൽ അത് ഒരു തരത്തിലും ഭാരതം മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഫോഴ്സിനോട് അടിച്ചാൽ തിരിച്ചടിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇതിനിടയിലാണ് ഓപ്പറേഷൻ സിന്ധൂർ അതിന് അന്ത്യമായിട്ടില്ല, അത് തുടരുമെന്നുള്ളത് വ്യോമസേനയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യോമസേനയുടെ വിംഗ് കമാൻഡറായിട്ടുള്ള വ്യോമിക സിംഗ് വ്യക്തമാക്കിയത് മിനിമം കൊളാട്രൽ ഡാമേജ് എന്നുള്ളതാണ്. അതായത് ചെറിയ പരിക്കുകൾ മാത്രമാണ് വായുസേന പാകിസ്ഥാന് വരുത്തി വെച്ചത് എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യം അതല്ല എന്നുള്ളത് പ്രതിരോധ വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട്. വലിയ രീതിയിലുള്ള ആക്രമണം, അതായത് പാകിസ്ഥാൻ വ്യോമസേനയുടെ നട്ടെല്ല് തകരുന്ന രീതിയിലുള്ള ഓപ്പറേഷനാണ് വ്യോമസേന നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രധാനമായും 12 ഓപ്പറേഷണൽ ബേസസ് ആണ് പാകിസ്ഥാൻ വ്യോമസേനയ്ക്കുണ്ടായിരുന്നത്. അതിൽ 8 എണ്ണം തകർത്തിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട 8 എണ്ണമാണ് തകർത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യോമസേന വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ റഫീഖി, അതേപോലെ തന്നെ മുരുദ്, നൂർഖാൻ, അതേപോലെ തന്നെ റഹീംയാർ ഖാൻ, സുക്കൂർ, ചുനിയൻ, അതേപോലെ തന്നെ പസ്രൂർ, സിയാൽകോട്ട് എന്നിങ്ങനെ 8 താവളങ്ങൾക്കാണ് പാകിസ്ഥാൻ വ്യോമസേനയുടെ താവളങ്ങൾക്കാണ് ഭാരതീയ വായുസേന നാശനഷ്ടം വിതച്ചത്. പാകിസ്ഥാൻ സൈനിക ആസ്ഥാനത്ത് നിന്നും വെറും 10 കിലോമീറ്റർ അകലെയുള്ള റാവൽപിണ്ടിയിലെ നൂർഖാൻ വിമാനത്താവളം, അത് പാകിസ്ഥാൻ്റെ വളരെ നയതന്ത്ര പ്രാധാന്യമുള്ള വ്യോമസേന താവളം കൂടിയാണ്. പ്രത്യേകിച്ച് VVIP മൂവ്മെൻറ്റ്സുകളൊക്കെ ഈ വ്യോമതാവളം വഴിയാണ് നടക്കുന്നത്. പാകിസ്ഥാൻ്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ വ്യോമസേന മേധാവിയും അടക്കം
അടക്കം ഈ റഹീം ഖാൻ വ്യോമതാവളം വഴിയാണ് പ്രധാനമായും സഞ്ചരിക്കുന്നത്. അതുമാത്രമല്ല VIP സ്ക്വാഡ്രൺ 12ൻ്റെ ആസ്ഥാനം കൂടിയാണ് ഈ റഹീം ഖാൻ വ്യോമതാവളം എന്നതാണ് ശ്രദ്ധേയം. ഇവിടെയാണ് വലിയ രീതിയിലുള്ള കേടുപാടുകൾ വരുത്തുവാൻ വേണ്ടി ഭാരതീയ വ്യോമസേനയ്ക്ക് കഴിഞ്ഞത്. ഒപ്പം തന്നെ ചക്വാൾ ജില്ലയിലെ മുരുദ് വ്യോമതാവളം, ഈ മുരുദ് വ്യോമതാവളം പാക് വ്യോമസേനയുടെ ആളില്ല യുദ്ധ ആകാശവാഹിനികളുടെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ്. പാക് വ്യോമ പ്രതിരോധ മേഖലയുടെ കേന്ദ്രബിന്ദു എന്നുകൂടി ഈ ഒരു മുരുദ് വിമാനത്താവളത്തെ അറിയപ്പെടുന്നു. അവിടെയും ഭാരതീയ വായുസേന അവിടെ വലിയ ആക്രമണം നടത്താൻ കഴിഞ്ഞു. അതേപോലെ തന്നെ ഇസ്ലാമാബാദിൽ നിന്നും 337 കിലോമീറ്റർ തെക്ക് ധാങ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന റഫീഖി എയർബേസ് ഭാരതീയ വ്യോമസേന അവിടെയും തകർത്തിട്ടുണ്ട്. 10,000 അടി റൺവേയും അതേപോലെ തന്നെ അടിയന്തര ലാൻഡിങ്ങിനായിട്ടുള്ള സമാന്തര ടാക്സി വേയുമുള്ള ഈ റഫീഖി വിമാനത്താവളം നമ്പർ 34 ടാക്ടിക്കൽ അറ്റാക്ക് വിങ്ങിൻ്റെ ആസ്ഥാനം കൂടിയാണ് എന്നുള്ളതാണ്. പാകിസ്ഥാൻ്റെ മിറാഷ് വിമാനങ്ങൾ ഇവിടെ നിന്നുമാണ് പറന്നുയരുന്നത്. 1965 യുദ്ധത്തിൽ ഈ വിമാനത്താവളം റഫീഖി വിമാനത്താവളം ഭാരതീയ വായുസേന അന്ന് തകർത്തിരുന്നു. ഇതുകൂടാതെ കൂടുതൽ വിമാനത്താവളങ്ങളും ഇതിനോടകം തന്നെ നശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പാക് വ്യോമസേനയുടെ F-16A-B വിമാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന 19 സ്ക്വാഡ്രൺ ഓപ്പറേഷൻ്റെ കൺവേർഷൻ യൂണിറ്റ് പ്രവർത്തിക്കുന്ന സുക്കൂർ വ്യോമത്താവളവും ഭാരതീയ വായുസേനയ്ക്ക് തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ രണ്ടാമത്തെ വലിയ വ്യോമത്താവളമായ ചുനിയൻ കൂടാതെ പസ്രൂർ അതേപോലെ തന്നെ സിയാൽകോട്ട് എന്നിങ്ങനെ 8 വിമാനത്താവളങ്ങൾ 12 ഓപ്പറേഷണൽ വ്യോമത്താവളങ്ങളുള്ള പാകിസ്ഥാൻ്റെ വ്യോമസേനയുടെ 8 വ്യോമത്താവളങ്ങളാണ് പ്രധാനമായും നമുക്ക് തകർക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളാണ് വ്യോമസേന എയിം ചെയ്തിരുന്നത് എന്നുള്ളതായിരുന്നു ഇതിനോടകം തന്നെ ഇപ്പോൾ ഈ വ്യോമ പ്രതിരോധ മന്ത്രാലയങ്ങൾ നൽകുന്ന സൂചന പ്രകാരം വലിയ നാശനഷ്ടം അടുത്ത കാലത്തൊന്നും പാകിസ്ഥാന് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാത്ത രീതിയിലും അതേപോലെ തന്നെ പരിഹരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഡാമേജ്. പാകിസ്ഥാൻ്റെ അവയവങ്ങൾ ഓരോന്നായി അരിഞ്ഞ് തള്ളിയിട്ടും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തള്ളൽ നിർത്തുന്നില്ലല്ലോ. മാത്രമല്ല വ്യാജ പ്രചരണങ്ങൾ അഴിച്ചു വിടുകയാണ്. യാഥാർത്ഥ്യങ്ങൾ പാകിസ്ഥാന് ആണ് വലിയ ആഘാതം ഏറ്റത്, വലിയ പ്രഹരം ഏറ്റത് എന്ന് ലോകത്തിനറിയാം. ലോകം അത് മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഷഹബാസ് ഷെരീഫ് ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ അഴിച്ച് വിടുന്നത്. എന്താണ് ഇതിലുള്ള വാസ്തവം? യെസ്, അത് തന്നെയാണ് നമ്പ്യാർ. അതായത് വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ, നുണക്കഥകൾ, അതേപോലെ തന്നെ വ്യാജ വീഡിയോകൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി തന്നെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന അവസ്ഥയിൽ വലിയ രീതിയിലുള്ള കേടുപാടുകൾ ഭാരതത്തിന് വരുത്തിവെച്ചെന്നും ഭാരതത്തിൻ്റെ പോർവിമാനങ്ങൾ റാഫേൽ അടക്കമുള്ള പോർവിമാനങ്ങൾ തകർത്തു എന്ന തരത്തിലുള്ള പ്രചരണങ്ങളും നടത്തിയിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇതൊന്നും വാസ്തവമല്ല എന്നുള്ളത് പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ചില ദൃശ്യങ്ങൾ സഹിതമാണ് വാർത്താ സമ്മേളനം നടത്തിയത്. അതിൽ ഭാരതത്തിൻ്റെ ചില വ്യോമ കേന്ദ്രങ്ങൾ, ഏതാണ്ട് 4 വ്യോമ കേന്ദ്രങ്ങൾക്ക് ചെറിയ കേടുപാടുകൾ വരുത്തുവാൻ വേണ്ടി പാകിസ്ഥാന് സാധിച്ചു എന്നുള്ള യാഥാർത്ഥ്യം അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മറ്റ് കാര്യമായ ഒരിടത്തും ഒരു ക്ഷതവും വരുത്തുവാൻ അല്ലെങ്കിൽ ഈ വ്യോമതാവളങ്ങളുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അതിനെ തടസ്സപ്പെടുത്തുവാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഒരു ആക്രമണവും പാകിസ്ഥാന് നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും വ്യോമസേനയുടെ പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. അതിലവർ ചൂണ്ടിക്കാണിക്കുന്നത് ഭാരതത്തിൽ ഈ നമ്മുടെ 4 വ്യോമതാവളങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും പരിക്കേൽപ്പിക്കുവാൻ അല്ലെങ്കിൽ അവിടെ കാവൽ നിന്നിരുന്ന ചില ഉദ്യോഗസ്ഥർക്കെങ്കിലും പരിക്കേൽപ്പിക്കാൻ സാധിച്ചത് അത് പാകിസ്ഥാൻ്റെ കുതന്ത്രങ്ങളുടെ ഫലം കൂടിയാണ്. അതായത് സിവിലിയൻ എയർക്രാഫ്റ്റുകളെ മറയാക്കിക്കൊണ്ട് പാകിസ്ഥാൻ നടത്തിയ ഓപ്പറേഷനുകളുടെ ഒരു ഫലമായിരുന്നു അങ്ങനെ നമ്മുടെ 4 വ്യോമതാവളങ്ങൾക്ക് ചെറിയ കേടുപാടുകൾ സംഭവിച്ചത്. നേരത്തെ തന്നെ ഭാരതം ഉയർത്തിക്കാട്ടിയതാണ് അന്താരാഷ്ട്ര വ്യോമപാത അടച്ചു എന്ന് പാകിസ്ഥാൻ പറയുമ്പോഴും ദമാമിൽ നിന്നും സൗദിയിലെ ദമാമിൽ നിന്നും ലാഹോറിലേക്ക് വന്ന വിമാനം ആ വിമാനത്തെ ഷീൽഡാക്കി മറയാക്കി ഭാരതം നടത്തുന്ന പ്രത്യാക്രമണത്തിന് തടയിടുവാൻ വേണ്ടി ഇത്തരം സിവിലിയൻ എയർക്രാഫ്റ്റുകളെ ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രധാനമായും കഴിഞ്ഞ ദിവസം വ്യോമിക സിംഗ് വിംഗ് കമാൻഡർ വ്യക്തമാക്കിയിരുന്നത്. സമാനമായ രീതിയിൽ അവരുടെ അന്താരാഷ്ട്ര വ്യോമപാത അടച്ചു എന്ന് പറയുമ്പോഴും ഇപ്പോഴും അവിടേക്ക് മറ്റ് സിവിലിയൻ എയർക്രാഫ്റ്റുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്നുണ്ട്. സ്വാഭാവികമായും അങ്ങനെ ഭാരതം ഒരു പ്രത്യാക്രമണം നടത്തുമ്പോൾ അല്ലെങ്കിൽ പ്രതിരോധം തീർക്കുമ്പോൾ അത് സിവിലിയൻ എയർക്രാഫ്റ്റുകൾക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടം അല്ലെങ്കിൽ ജീവഹാനിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് പാകിസ്ഥാനിൽ നന്ദി പ്രകാശന ദിവസം ആഘോഷിക്കുകയാണ്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ ആഹ്വാനപ്രകാരമാണ് താങ്ക്സ് ഗിവിംഗ് ഡേ
ഇന്ന് ആഘോഷിക്കുന്നത്. അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ ബനിയൻ അൽ മർസൂസിൻ്റെ ആ വിജയം അത് ആഘോഷിക്കുക മാത്രമല്ല, രക്തസാക്ഷികൾക്ക് പ്രത്യേക പ്രാർത്ഥന യോഗങ്ങൾ സംഘടിപ്പിക്കുക. രക്തസാക്ഷികൾ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ഈ മസൂദ് അസറിൻ്റെ ബന്ധുക്കളൊക്കെ ആയിരിക്കും, ആ ഉഗ്ര തീവ്രവാദികളായിരിക്കാം, ഭീകരവാദികളെ ആയിരിക്കാം ഒരുപക്ഷെ രക്തസാക്ഷികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞിരിക്കുന്നതും അതാണ്. അതായത് ഇവരുടെ പാകിസ്ഥാൻ ആർമിയുടെ, പാകിസ്ഥാൻ സേനയുടെ സ്തുത്യർഹമായ സേവനം അത് എല്ലാവരും ഓർക്കണം, എന്നും ഓർക്കണം. മാത്രമല്ല, പ്രതിസന്ധി ഘട്ടത്തിൽ സേന രാജ്യത്തെ കാത്തു എന്നൊക്കെ ഉള്ള വീരവാദങ്ങളാണ് ഷഹബാസ് ഷെരീഫിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് ആടിനെ പട്ടിയാക്കുന്ന ഒരു സമീപനമല്ലേ പാകിസ്ഥാൻ പ്രധാനമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ ഇത്തരം ഗിമ്മിക്കുകളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് തന്നെയാണ്. ശരിയല്ലേ നന്ദഗോപൻ? അതുതന്നെയാണ് നമ്പ്യാർ. ഇതിനോടകം തന്നെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി അവരുടെ പാർലമെൻറ്റിൽ തന്നെ ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടായി. പ്രതിപക്ഷാംഗങ്ങൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ ഷഹബാസ് ഷെരീഫിന് നേരെ ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ വലിയ രീതിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് ഭാരതത്തിൻ്റെ മേൽ ഇത്തരം കുപ്രചരണങ്ങൾ നടത്തിയാൽ മാത്രമേ സാധിക്കൂ എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നുണക്കഥകളുടെ ഭാഗം കൂടിയാണ് ഇന്നത്തെ ഈ ഒരു ഇന്ന് പ്രത്യേക ദിവസമായി, അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പ്രത്യേക ദിവസം ആചരിക്കണമെന്നുള്ള നിർദ്ദേശം പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ പാകിസ്ഥാൻ്റെ ഇത്തരത്തിലുള്ള നന്ദി പ്രകടനത്തിൻ്റെ ഭാഗമായി ഭീകരവാദികൾ റോഡിലിറങ്ങി ആയുധങ്ങളുമായി നടത്തുന്ന പോർവിളികൾ ഇതിനോടകം തന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും എത്തിയിട്ടുണ്ട്. ചില തീവ്രവാദ സംഘടനകൾ അതിന് പിന്തുണ നൽകിക്കൊണ്ട് ചെറിയ മിസൈലുകളും അതേപോലെ തന്നെ തോക്കുകളും യന്ത്രത്തോക്കുകളും ഒക്കെ ഏന്തിക്കൊണ്ട് വലിയ ഭീകരവാദികൾ ഇത്തരത്തിൽ രാഷ്ട്രവിരുദ്ധ ഭാരതത്തിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് തെരുവിലിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇത്തരം കുപ്രചരണങ്ങളുടെ ഭാഗം കൂടിയാണ് ഇങ്ങനെ ഭീകരവാദികൾ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരം കുപ്രചരണങ്ങൾ പാകിസ്ഥാൻ നിർത്തുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ജനതയുടെ കണ്ണിൽ പൊടിയിടുക അത് വളരെ അത്യാവശ്യമാകേണ്ട ഒരു സാഹചര്യമാണ്. രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടി നേരിട്ടിട്ടുണ്ട്, സൈനികപരമായി വലിയ തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. നമുക്ക് ഭാരതത്തിൻ്റെ പ്രതിരോധ വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ, സൂചനകൾ പ്രകാരം ഏതാണ്ട് പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ ശേഷിയുടെ 60% പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയാണ്. 13 ഓപ്പറേഷണൽ എയർ ബേസുകളിൽ 8 പൂർണ്ണമായും തകർത്ത് കഴിഞ്ഞു. അങ്ങനെ ഏതാണ്ട് 60%-ലേറെ വ്യോമ പ്രതിരോധ ശേഷി പാകിസ്ഥാൻ്റെ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. പ്രധാനപ്പെട്ട വ്യോമ താവളങ്ങളൊക്കെയും, അതും പ്രധാനമന്ത്രിയുടെയും അതേപോലെ തന്നെ പ്രസിഡന്റിൻ്റെയും വ്യോമസേനാ തലവൻ്റെയും ഒക്കെ തന്നെ മൂവ്മെൻറ്റ്സ് നടക്കുന്ന വിമാനത്താവളങ്ങളടക്കം നമ്മൾ അടച്ചിട്ടിരിക്കുന്ന സാഹചര്യമാണ്. 65-ൽ തകർത്ത വിമാനത്താവളം നമ്മളിപ്പോൾ ഈ ഒരു അവസരത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ബാക്കി പത്രമായി നമ്മൾ വീണ്ടും തകർത്തിരിക്കുകയാണ്. ഇങ്ങനെ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ പാകിസ്ഥാന് വരുത്തിവെക്കാൻ സാധിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ വലിയ രീതിയിൽ പാകിസ്ഥാന് ആഭിമുഖ്യം പുലർത്തുന്ന അല്ലെങ്കിൽ പാകിസ്ഥാനുമായി കൂടിച്ചേർന്ന് നിൽക്കുന്ന അൽ ജസീറ പോലെയുള്ള വാർത്താ മാധ്യമങ്ങൾ, അതേപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും വലിയ രീതിയിലുള്ള കുപ്രചരണങ്ങൾ ഭാരതത്തിനെതിരെ നടത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിലൂടെ പാകിസ്ഥാൻ വർഗീയ സംഘർഷങ്ങൾ കൂടി ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ തിരിഞ്ഞു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ, ഒപ്പം തന്നെ ഭാരതത്തിലുള്ള പല ആരാധനാലയങ്ങളും നമ്മുടെ സേനാ വിഭാഗങ്ങൾ തന്നെ അബദ്ധത്തിൽ തകർത്തു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ, ഇങ്ങനെ നിരവധി കുപ്രചരണങ്ങളുടെ വലിയ കോട്ടകുത്തലങ്ങൾ ആണ് കഴിഞ്ഞ ദിവസം ഈ വാർത്താ സമ്മേളനത്തിൽ പൊളിച്ചടുക്കിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നും വാർത്താ സമ്മേളനം കാണാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി 3 സൈനിക മേധാവിമാരുമായും അതേപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായും ഒപ്പം തന്നെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഭാരതത്തിൻ്റെ നിലപാട് വളരെ വ്യക്തമാക്കിയതാണ്. ഏതെങ്കിലും തരത്തിലുണ്ടാകുന്ന ഭീകരാക്രമണങ്ങളെ അത് രാജ്യം ഇനി യുദ്ധമായി തന്നെ കണക്കാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ള നിലപാട് കഴിഞ്ഞ ദിവസം തന്നെ ഭാരതം വ്യക്തമാക്കിയതാണ്. എന്നിരുന്നാൽ തന്നെയും കഴിഞ്ഞ ദിവസം രാത്രിയിൽ അത്തരത്തിലൊരു ഭീകരാക്രമണ ശ്രമമുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നിലപാട് കടുപ്പിക്കാൻ തന്നെയാണ് ഭാരതം ഉദ്ദേശിച്ചിരിക്കുന്നത്. മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ ഒന്നും തന്നെ വാക്ക് ഈ ഒരു വിഷയത്തിൽ ഒരു പക്ഷേ ഭാരതം ചെവിക്കൊള്ളുവാനുള്ള സാധ്യതകളില്ല എന്നുള്ളതാണ് പ്രതിരോധ
വൃത്തങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധ വിദഗ്ധരും മറ്റും നൽകുന്ന സൂചനകൾ. നേരത്തെ അമേരിക്ക അടക്കം അവകാശവാദം ഉന്നയിച്ചിരുന്നു ഇത്തരത്തിലൊരു വെടിനിർത്തൽ ഉണ്ടായത് തങ്ങളുടെ നിരന്തരമുള്ള ഏതാണ്ട് 48 മണിക്കൂർ നീണ്ട പരിശ്രമങ്ങളുടെ ഫലമാണ് എന്നുള്ള അവകാശവാദം അമേരിക്ക അടക്കം ഉന്നയിച്ചിരുന്നു. എന്നാൽ ആ അവകാശവാദങ്ങളിലൊന്നും തന്നെ യാഥാർത്ഥ്യമില്ല എന്നുള്ളത് ഇതിനോടകം തന്നെ ഭാരതം വ്യക്തമാക്കിയതാണ്. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും അവർ മുട്ടിലഴിഞ്ഞു വന്ന സാഹചര്യത്തിൽ മാത്രമാണ് ആയുധം താഴെ വെക്കാൻ ഭാരതം തയ്യാറായത് എന്നുള്ള യാഥാർത്ഥ്യം ഇതിനോടകം തന്നെ ഭാരതം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്നിരുന്നാൽ തന്നെയും പാകിസ്ഥാൻ ഭരണകൂടത്തിനാണേലും സൈന്യത്തിനാണേലും ഇത്തരം കുപ്രചരണങ്ങൾ നടത്തിയല്ലാതെ അവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ആഭ്യന്തര കലാപം പോലും അടിച്ചമർത്തുവാൻ അവിടുത്തെ സൈന്യത്തിന് ശേഷിയില്ല എന്നുള്ള ബോധ്യം അവിടുത്തെ സാധാരണക്കാർക്കുണ്ട്. മാത്രമല്ല സൈന്യത്തിനും ഭരണകൂടത്തിനുമെതിരെ ഇസ്ലാമാബാദിൽ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഷഹബാസ് ഷെരീഫിന് നേരെ വീണ്ടും വലിയ പ്രതിഷേധങ്ങൾ ഉയരുവാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്പ്യാർ. ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ വിജയത്തിൽ കൈവള്ളി പാകിസ്ഥാൻ. പക്ഷേ പാകിസ്ഥാൻ അവിടെ വിജയം ആഘോഷിക്കുന്നു. ഇന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് ഇന്ന് നന്ദി പ്രകാശന ദിനം ആണ്, അത് ആഘോഷിക്കണം. കാരണം സൈന്യം പാക് സേനയുടെ പ്രകടനം ഗംഭീരമായിരുന്നു. മാത്രമല്ല ശക്തമായ പ്രതിരോധം തീർക്കാൻ സാധിച്ചു തുടങ്ങിയ വീരവാദങ്ങളാണ് പാക് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പിടിച്ചു നിൽക്കണമെങ്കിൽ, അതിജീവിക്കണമെങ്കിൽ പാക് പ്രധാനമന്ത്രിക്ക് ഇത്തരം ബഡായികൾ വിട്ടേ മതിയാവൂ. ഭാരതത്തിൻ്റെ പക്ഷം നോക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് വ്യോമസേന വ്യക്തമാക്കുന്നത്. ചുമതലകൾ കൃത്യതയോടെ തുടരുകയാണ്. ദൗത്യം വിവേകപൂർണമായിട്ടാണ് നിർവഹിച്ചത്. കൂടുതൽ വിവരങ്ങൾ താമസിയാതെ വാർത്താസമ്മേളനത്തിലൂടെ അറിയിക്കും എന്നും വ്യോമസേന വ്യക്തമാക്കുന്നു. ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.